നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഈ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുനേരം വെറുതെ ഇരുന്നു പോയി. ഗോഡ് ഒബ്ജക്റ്റീവ്ലി എന്ന സബ്സ്റ്റാക്കിൽ വന്ന ബിലീഫ്, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത് എന്ന ഈ ലേഖനം നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചില വാക്കുകൾക്ക് പിന്നിൽ എത്ര വലിയ അർത്ഥങ്ങളാണുള്ളതെന്ന് കാണിച്ചു തന്നു. അതെ അതെ. അപ്പോ നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിയാലോ? കാരണം നമ്മൾ വിശ്വാസം എന്ന് സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്ക്, അത് സത്യമെന്ന ആശയത്തെ തന്നെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്നും അത് അവസാനം ആർക്കാണ് ഗുണം ചെയ്യുന്നതെന്നും ഈ ലേഖകൻ തുറന്നു കാട്ടുന്നുണ്ട്. ശരിയാണ്. വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്നത് പലരും കരുതുന്നതുപോലെ ഒരു അഭിപ്രായം മാത്രമല്ല, സത്യമെന്നൊന്ന് നിലനിൽക്കാൻ ആവശ്യമായ അടിത്തറ തന്നെയാണെന്നാണ് പ്രധാന വാദം. തീർച്ചയായും. ഈ ലേഖനത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതാണ്. ഇതൊരു തത്വചിന്താ ക്ലാസ് പോലെ നമുക്ക് തോന്നാമെങ്കിലും അതെ, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. നീതി, അവകാശങ്ങൾ, അധികാരം ഇവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. വളരെ സാധാരണമായൊരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ആ ലളിതമായ ചോദ്യം എത്രത്തോളം വഴിതെറ്റിക്കുന്നതാണെന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് ലേഖനം മുന്നോട്ടു പോകുന്നത്. അതെ, നമുക്കവിടെ തന്നെ തുടങ്ങാം. വിശ്വാസമെന്ന വാക്കിനെ ലേഖകൻ സമീപിക്കുന്ന രീതി അതുതന്നെ വളരെ വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ എനിക്കൊരു വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ശക്തിയുള്ള പ്രസ്താവനയായിട്ടല്ലേ കാണുന്നത്, എന്റെ ഒരു ഉറച്ച നിലപാടാണെന്ന രീതിയിൽ. എന്നാൽ ലേഖകൻ പറയുന്നത് നേരെ തിരിച്ചാണ്. അതെ, അവിടെയാണ് ആദ്യത്തെ ഒരു തിരുത്തൽ വരുന്നത്. ലേഖകൻ പറയുന്നു, വിശ്വാസം എന്നത് അറിവിന്റെ അഭാവത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു താൽക്കാലിക മാനസികാവസ്ഥ മാത്രമാണ്. ഒരു താൽക്കാലിക മാനസികാവസ്ഥ. അതെ, അതൊരു അറിവല്ല. ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ? ഉദാഹരണത്തിന്, നാളെ മഴ പെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്റെ ഒരു പ്രതീക്ഷയാണ്, അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ചുള്ള ഉറപ്പായ അറിവല്ല. മഴ പെയ്യാം, പെയ്യാതിരിക്കാം. എന്റെ വിശ്വാസം അതിലൊരു ഘടകമേ അല്ല. അത് ശരിയാണല്ലോ. ഗുരുത്വാകർഷണത്തിന് എന്റെ വിശ്വാസം ഒരു വിഷയമേ അല്ല. ഞാൻ കയ്യിലിരിക്കുന്ന കപ്പ് താഴെയിട്ടാൽ അത് പറന്നു പോകുമെന്ന് എത്ര ഉറച്ചു വിശ്വസിച്ചാലും അത് താഴെ വീണുപൊട്ടും. പൊട്ടും, തീർച്ച. അപ്പോൾ എന്റെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് യാഥാർത്ഥ്യം എന്നെ പഠിപ്പിക്കുന്നു. അപ്പോ സത്യമാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് പോലും നമ്മുടെ വിശ്വാസത്തിന് പുറത്തുള്ള ഒന്നാണ്. എക്സാക്ട്ലി. ആ പുറത്തുള്ള ഘടകത്തെയാണ് ലേഖകൻ വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട ആശയം വരുന്നത്. വസ്തുനിഷ്ഠത എന്നത് പലരും കരുതുന്നതുപോലെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയുള്ള ഒന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കാഴ്ചപ്പാടോ അല്ല. അത് സത്യമെന്നൊന്ന് നിലനിൽക്കാനുള്ള അടിസ്ഥാന നിയമങ്ങളാണ്. ലേഖകൻ അതിനൊരു 4 നിബന്ധനകൾ പറയുന്നുണ്ട്. 1, യാഥാർത്ഥ്യം നമുക്ക് പുറത്തുള്ളതായിരിക്കണം. 2, അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാത്ത ഒരു ഘടനയുണ്ടായിരിക്കണം. 3, അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. 4, അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകരുത്. 1+1=2 എന്നത് ഒരു വസ്തുനിഷ്ഠമായ സത്യമാണ്, കാരണം അത് ഈ 4 നിബന്ധനകളും പാലിക്കുന്നു. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഭാഗം. ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്ന ആധുനിക കാലത്തെ ഒരു വലിയ വൈരുദ്ധ്യം. അതെ, ഒരു വിമാനം പറത്തുന്ന പൈലറ്റിനോട് നമ്മൾ പറയില്ലല്ലോ, നിങ്ങളുടെ വിശ്വാസം പോലെ പറത്തിയാൽ മതി, ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങളൊന്നും നോക്കേണ്ടെന്ന്. ഇല്ല, ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ ഒരു സർജനോട് ശരീരശാസ്ത്രം നോക്കണ്ട, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ എന്നും പറയില്ല. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ മേഖലകളിലും എല്ലാത്തിലും നമ്മൾ ഈ കണിശമായ വസ്തുനിഷ്ഠതയെ അംഗീകരിക്കുക മാത്രമല്ല, അത് വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. അതെ. എന്നാൽ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ വരുമ്പോൾ, അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ്, മനുഷ്യജീവിതത്തിന്റെ അർത്ഥമെന്താണ്, നീതി എന്നാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ നിയമങ്ങളെല്ലാം മാറ്റിവെക്കും. എന്നിട്ട് പറയും, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ എന്ന്. ഇതൊരു ഭ്രാന്തമായ അവസ്ഥയാണെന്നാണ് ലേഖകൻ പറയുന്നത്. ശരിയാണ്. ഒരു ചെറിയ സത്യം, അതായത് ഒരു പാലം എങ്ങനെ പണിയണം എന്നതിന് വസ്തുനിഷ്ഠമായ നിയമങ്ങൾ ആവശ്യമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നതിന് അടിസ്ഥാനപരമായ സത്യത്തിന് അതെങ്ങനെ ഒരു ഓപ്ഷനാകും? അതെ, അതൊരു ഓപ്ഷനാകാൻ പാടില്ല. ഈയൊരു ചിന്തയെ വിശേഷിപ്പിക്കാൻ ലേഖകൻ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, സിസ്റ്റമാറ്റിക് ഗ്യാസ് ലൈറ്റിംഗ്. അതെ,
അതായത് നമ്മളെ തന്നെ സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതി. ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന അതേ യുക്തിയെ തന്നെ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങൾ വരുമ്പോൾ സംശയിക്കാനും തള്ളിക്കളയാനും നമ്മളെ പഠിപ്പിക്കപ്പെടുന്നു. അതൊരു ശക്തമായ വാക്കാണ് ലേഖകൻ ഉപയോഗിക്കുന്നത്, അല്ലേ? ഗ്യാസ് ലൈറ്റിംഗ്. വളരെ ശക്തമായൊരു പ്രയോഗമാണിത്. കാരണം ഗ്യാസ് ലൈറ്റിംഗ് എന്നത് ഒരാളുടെ യാഥാർത്ഥ്യബോധത്തെ മനഃപൂർവ്വം തകർക്കുന്ന ഒരു പ്രക്രിയയാണ്. അതെ. ഇവിടെ സമൂഹം ഒന്നടങ്കം ആ പ്രക്രിയയ്ക്ക് വിധേയമാവുകയാണെന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. പ്രായോഗിക കാര്യങ്ങൾക്ക് വസ്തുനിഷ്ഠത കൂടിയേ തീരൂ എന്നും എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കത് വേണ്ട എന്നും പറയുന്നതിലൂടെ നമ്മുടെ ചിന്തയുടെ അടിത്തറ തന്നെയാണ് ദുർബലമാവുന്നത്. ശരിയാണ്. സത്യത്തിന്റെ നിയമങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരിടത്തും അതിന് നിലനിൽപ്പില്ല. ഇതുവരെ പറഞ്ഞുവന്ന കാര്യങ്ങൾ വെച്ച് ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചയെ ലേഖകൻ മൊത്തത്തിൽ അട്ടിമറിക്കുകയാണ്. പൂർണ്ണമായും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം തന്നെ തെറ്റായ ഒരു തുടക്കമാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ആ ചോദ്യം തുടക്കത്തിലെ വിഷയത്തെ ഒരു വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ തലത്തിലേക്ക് താഴ്ത്തുന്നു. അതെ, അതൊരു ബ്രില്യൻ മൂവാണ്. ലേഖകൻ ആ ചോദ്യത്തെ, അല്ല ആ ചോദ്യം തന്നെ വഴി തെറ്റിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അതിനെ പൊളിച്ചെഴുതുകയാണ്. എങ്ങനെയാണ് ആ പൊളിച്ചെടുത്ത്? അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: സത്യമെന്നൊന്ന് നിലനിൽക്കാൻ ഏകവും സാർവത്രികവും നമുക്ക് അതീതവുമായ ഒരടിസ്ഥാന തത്വം ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഓ, ഇതൊരു വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല, മറിച്ച് യുക്തിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഒരു സിസ്റ്റത്തെ വിലയിരുത്താനുള്ള മാനദണ്ഡം ആ സിസ്റ്റത്തിന് പുറത്തുനിന്നായിരിക്കണം. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഒരു സ്കെയിലിന്റെ കൃത്യത അളക്കാൻ അതേ സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെയും ഘടനയെയും വിലയിരുത്താൻ പ്രപഞ്ചത്തിനകത്തുള്ള ഒന്നിനും കഴിയില്ല. അതിനു പുറത്തുള്ള ഒരു അടിസ്ഥാനം, എ ട്രാൻസെൻഡന്റ് റെഫറൻസ് പോയിന്റ് വേണം. ആ യുക്തിപരമായ ആവശ്യകതയുടെ പേരാണ് ദൈവം എന്നാണ് ലേഖകൻ വാദിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന പ്രസ്താവനയെയും ലേഖകൻ ഇതേപോലെയാണ് കാണുന്നത്. അത് വിജ്ഞാനശാസ്ത്രപരമായി അർത്ഥമില്ലാത്ത ഒന്നാണെന്നാണ് വാദം. അതെ, അതായത് അറിവ് എങ്ങനെയുണ്ടാകുന്നു, എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന ആ ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ആ പ്രസ്താവന സ്വയം റദ്ദാക്കുന്ന ഒന്നാണ്. കൃത്യമായി. ലേഖകൻ ഉപയോഗിക്കുന്ന ഉദാഹരണം വളരെ ലളിതമാണ്. ഒരു അടിത്തറയുടെ നിലനിൽപ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ആ അടിത്തറയിട്ട തറയിൽ നിന്നുകൊണ്ട് പറയുന്നത് പോലെയാണിത്. കൃത്യമായി. കാരണം ദൈവത്തെ നിഷേധിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന യുക്തിക്കും ഒരടിസ്ഥാനം വേണം. ആ അടിസ്ഥാനത്തിന്റെ ആവശ്യകതയെ തന്നെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ നിങ്ങളുടെ വാദവും നിലനിൽക്കില്ല. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയെ ലേഖകൻ വിശേഷിപ്പിക്കുന്നത് എ മാസ്റ്റർ സ്ട്രോക്ക് ഓഫ് മിസ്ഡിറക്ഷൻ എന്നാണ്. ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു അതിവിദഗ്ധമായ തന്ത്രം. അതെ, യാഥാർത്ഥ്യത്തിന്റെ അടിത്തറയെക്കുറിച്ചുള്ള ഒരു ഗൗരവമേറിയ യുക്തിപരമായ ചർച്ചയെ വ്യക്തിപരമായ വികാരങ്ങളെയും സാമൂഹിക നിലപാടുകളെയും കുറിച്ചുള്ള ഒരു സാംസ്കാരിക യുദ്ധമാക്കിയത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ ഒരു ആശയക്കുഴപ്പം കൊണ്ട് ആർക്കാണ് ലാഭം? ലേഖനം അവസാനിക്കുന്നത് ഈ ഒരു അന്വേഷണത്തോടെയാണ്. അതെ. ഇതൊരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോൾ അതൊരു ഗൂഢാലോചനാ സിദ്ധാന്തമായിട്ടല്ല, മറിച്ച് അതിന്റെ ഫലങ്ങൾ ആർക്കാണ് ഗുണകരമാകുന്നത് എന്ന ഒരു വിശകലനമായാണ് അവതരിപ്പിക്കുന്നത്. അതെ, ലേഖകൻ അവിടെ ചോദിക്കുന്നത് രോഗനിർണയ സ്വഭാവമുള്ള, അതായത് ഡയഗ്നാസ്റ്റിക് ചോദ്യങ്ങളാണ്. യുക്തിയുടെയും സത്യത്തിന്റെയും അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമ്പോൾ ആർക്കാണ് നേട്ടം? ആർക്കാണ്? സത്യമെന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന ഒന്നായി മാറുമ്പോൾ ആർക്കാണ് അധികാരം കിട്ടുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്: ആഖ്യാനങ്ങളെ, അതായത് നറേഷൻസിനെ നിയന്ത്രിക്കുന്നവർക്ക്. ശരി. വസ്തുനിഷ്ഠമായ ഒരു മാനദണ്ഡം ഇല്ലാതാകുമ്പോൾ ആരുടെ വാദത്തിനാണോ കൂടുതൽ ശക്തിയും പ്രചാരവും അത് സത്യമായി അംഗീകരിക്കപ്പെടും. അതായത് അധികാരം സത്യത്തെ നിർവചിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ കോടതിയിലെ തെളിവുകൾക്ക് എന്ത് പ്രസക്തി? ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് എന്ത് വില? ചരിത്ര വസ്തുതകളെ ആർക്കും വളച്ചൊടിക്കാമല്ലോ. തീർച്ചയായും. ഇതാണ് എന്റെ സത്യം, അതാണ് നിങ്ങളുടെ സത്യം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പൊതുവായൊരു സത്യമില്ലാതാവുകയാണ്. ഇത് വ്യക്തികളെ മാത്രമല്ല, സമൂഹത്തെ ഒന്നടങ്കം ദുർബലമാക്കും. തീർച്ചയായും. ആഖ്യാനങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് മൂല്യങ്ങളെയും അവകാശങ്ങളെയും വരെ അവർക്കിഷ്ടമുള്ള രീതിയിൽ പുനർനിർവചിക്കാൻ സാധിക്കും. എങ്ങനെ? അവകാശം എന്നത് വസ്തുനിഷ്ഠമായൊരു തത്വത്തിൽ അധിഷ്ഠിതമല്ലെങ്കിൽ അത് അധികാരികൾ തരുന്നൊരു ഔദാര്യം മാത്രമായി മാറും. അതെപ്പോഴും വേണമെങ്കിലും തിരിച്ചെടുക്കാം. അത് ശരിയാണ്. അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത്,
വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഇന്നത്തെ തർക്കം പോലും ഒരു വലിയ ശ്രദ്ധ തിരിക്കലാണെന്ന്. അതെ, ആ ഭാഗം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. ഒരു കൂട്ടർ ഒരു പ്രത്യേക ദൈവത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, മറ്റേ കൂട്ടർ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. അതെ. പക്ഷേ ഈ രണ്ട് വാദങ്ങൾക്കും നിലനിൽക്കാൻ ഒരു പൊതുവായ യുക്തിയുടെയും യാഥാർത്ഥ്യത്തിന്റെയും അടിത്തറ ആവശ്യമാണെന്ന കാര്യം രണ്ടു കൂട്ടരും സൗകര്യപൂർവ്വം മറക്കുന്നു. അല്ലെങ്കിൽ അവരെക്കൊണ്ട് മറപ്പിക്കുന്നു. ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിലൂടെ സത്യത്തെ തങ്ങൾക്കിഷ്ടമുള്ള ആയുധമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നു. അവിടെയാണ് ലേഖനം അതിന്റെ പൂർണ്ണതയിലെത്തുന്നതെന്ന് തോന്നുന്നു. ഉള്ളൊരു ലേഖനമല്ല, മറിച്ച് സത്യമെന്നൊന്ന് സാധ്യമാകണമെങ്കിൽ അതിന് വ്യക്തികൾക്കതീതമായ, മാറ്റമില്ലാത്ത, എല്ലാവർക്കും പൊതുവായ ഒരു അടിത്തറയുണ്ടായേ തീരൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ആ അടിത്തറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അപ്പോൾ വിശ്വാസം എന്നൊരു വാക്കിൽ തുടങ്ങി നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? സത്യത്തിന്റെ അടിത്തറയെ തന്നെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ ചിത്രത്തിലേക്കാണ്. അതെ. ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വസ്തുനിഷ്ഠത എന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ എടുക്കാനും ഇഷ്ടമില്ലാത്തപ്പോൾ കളയാനും പറ്റുന്ന ഒന്നല്ല അത്. അല്ലേയല്ല. മറിച്ച് യുക്തി, നീതി, ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നൊരു സമൂഹം എന്നിവയ്ക്കെല്ലാം അത്യന്താപേക്ഷിതമായ ഒരു ഘടനയാണത്. ലേഖകൻ വസ്തുനിഷ്ഠതയെ ഒരു തരം ധാർമ്മിക സംരക്ഷണം അല്ലെങ്കിൽ എ മോറൽ സേഫ് ഗാർഡാണ് കാണുന്നത്. ഒരു കവചം പോലെ. അതെ. അത് നമ്മളെ ഓരോരുത്തരെയും മറ്റുള്ളവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും അധികാരത്തിന്റെ ദുരുപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടൊരു ചോദ്യം ഞാൻ തരാം. ഓക്കേ. നിരന്തരം മത്സരിക്കുന്ന ആയിരക്കണക്കിനും വിവരങ്ങളും ആഖ്യാനങ്ങളുമുള്ള ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ബാഹ്യവും വസ്തുനിഷ്ഠവുമായ മാനദണ്ഡമില്ലെങ്കിൽ നീതി എന്ന ആശയത്തിന് എന്ത് സംഭവിക്കും? ഒരഭിപ്രായത്തേക്കാൾ സ്ഥിരതയുള്ള ഒന്നിൽ ഉറപ്പിക്കാത്തൊരു അവകാശത്തിന് എന്തർത്ഥമാണുള്ളത്?